നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ മാളത്തുനിന്ന് മാൻഡ്രേക്ക് പുറത്തിറങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസമായി നിലമ്പൂർ മാൻഡ്രേക്കിനെ കാണാനില്ലായിരുന്നു. സ്വന്തം രാഷ്ട്രീയ ഭാവിയുടെ അവസാന വിധിയെഴുത്തിന് ഇനി ഏതാനും ദിവസം മാത്രം. ജൂൺ 19 ഉപതെരഞ്ഞെടുപ്പ്, 23 ഫലപ്രഖ്യാപനം. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനം ജൂൺ 2. കേരളം കാലവർഷത്തിൽ തണുത്തുറയുന്ന സന്ദർഭത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഊഷ്മാവ് പതിയെ പൊന്തി വരാൻ തുടങ്ങിയിരിക്കുന്നു. ജീവൻ മരണ പോരാട്ടമാണ്. അൻവറിന് അപകടം മണത്തിട്ടുണ്ട്. സകലമാന വിഷപ്പാമ്പുകളുടെയും വീടുകൾ കയറിയിറങ്ങി തൻ്റെ രാഷ്ട്രീയ ഭാവി അവസാനിപ്പിക്കല്ലേ എന്ന് കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ്, മോങ്ങുകയാണ്. സ്വാഭാവികമല്ലേ? നേരത്തെ തന്നെ മാൻഡ്രേക്കിനറിയാം, ചെക്ക് വെച്ചത് CPM ആണെങ്കിൽ അതിലെങ്ങനെയാണ് അടുത്ത നീക്കമെന്ന് കുറച്ചു കാലമെങ്കിലും ഈ പാളയത്തിൽ നിന്നുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് മത്സരരംഗത്തേക്ക് വരാതെ മുങ്ങി. ഞാൻ മത്സരിക്കുന്നില്ല, അധികാരമോഹി അല്ല എന്ന് സ്വയം കാണിക്കാൻ. രാഷ്ട്രീയ പ്രേതം പോലെ ഗതി കിട്ടാതെ അലിഞ്ഞ വ്യക്തിക്ക് എവിടെയെങ്കിലും ചേക്കേറാൻ ഒരു പാലമരം കിട്ടണം. അതിന് സതീശൻ ചാഞ്ഞ് നിന്നു കൊടുത്തപ്പോൾ ഇന്നലകളിൽ തെറി വിളിച്ചുകൊണ്ട് നടന്ന വ്യക്തി ഒരു ഉളുപ്പുമില്ലാതെ ചട്ടി മറിയെ പോലെ ഇപ്പോൾ സതീശൻ്റെ തോളിൽ കയറി ഇരിപ്പുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ സതീശൻ ഇനിയിപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കും.